എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന മധുരത്തോട് കൂടിയിട്ടുള്ള 2 ഈവനിംഗ് സ്നാക്സ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. കൈവീശലും സ്വീറ്റ് ബ്രെഡ് ബോൾസും. ഇത് രണ്ടും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ ചെറിയ സമയത്തിനുള്ളിൽ, അതായത് വിരുന്നുകാരൊക്കെ വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന 2 സ്നാക്സ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൈവീശലിന് വേണ്ടിയിട്ടുള്ള മാവാണ് ആദ്യം ഞാൻ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ടയിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു മുട്ടയ്ക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നതാണ് കണക്ക്. ഇതിപ്പോൾ 2 മുട്ട ഉള്ളതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ വരെ ഏലക്കായ് പൊടിച്ചത് ചേർക്കാം, അല്ലെങ്കിൽ ഒരു 2 നുള്ളു വരെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഹാൻഡ് വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ മറ്റോ നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരണം, അത്ര വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ചേർക്കാം. 1/2 കപ്പ് മൈദയാണ് ഞാനിവിടെ 2 മുട്ടയ്ക്ക് ചേർക്കുന്നത്. ഒരു മുട്ടയാണെങ്കിൽ 1/4 കപ്പ് മൈദ ചേർക്കുക. 2 മുട്ട ആയതുകൊണ്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കാം. മൈദ ചേർത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ട ഉണ്ടാവരുത്. പിന്നെ മൈദ ചേർക്കുമ്പോൾ കൂടി പോവുകയാണെങ്കിൽ വെള്ളം ചേർക്കരുത്. അഥവാ നല്ല കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ അല്പം പാല് ചേർത്താൽ മതി. ഒട്ടും വെള്ളം ചേർക്കരുത് ഇതിലേക്ക്. അതുപോലെ മൈദയുടെ അളവ് നിങ്ങളുടെ മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്യേണ്ടി വരും. ചില മുട്ടയൊക്കെ നല്ല വലിപ്പം ഉണ്ടാവും, അപ്പോൾ അല്പം കൂടുതൽ, ഒരു സ്പൂണൊക്കെ മൈദ അധികം എടുത്തിട്ട് ചേർക്കുക. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു കപ്പിലേക്ക് നമുക്കൊരു പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ പൈപ്പിംഗ് ബാഗ് ആകുമ്പോൾ നമുക്കിത് ചുറ്റിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതിലിടുന്നത്. അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിന് വലിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലോ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയൊക്കെ ചിരട്ടയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ചിരട്ടയുടെ ഹോളിലൂടെയാണ് വലിക്കുന്നത്. എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് വലിക്കുമ്പോഴാണ്. ഇതുപോലെ നിറച്ചിട്ട് നന്നായിട്ടൊന്ന് താഴേക്ക് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ചുറ്റിക്കുന്ന സമയത്ത് അറ്റം കട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഈ കപ്പിലേക്ക് വെച്ചിട്ട് ഇവിടെ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സ്വീറ്റ് ബ്രെഡ് ബോൾസിനുള്ള മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് റൊട്ടി പൊടിച്ചത് എടുക്കുകയാണ്. 4 റൊട്ടി പൊടിച്ചിട്ടാണ് 1 കപ്പ് ബ്രെഡ് ക്രംസ് കിട്ടിയത്. ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 2 നുള്ളി ഏലക്കായ് പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടൊന്ന് കുഴച്ച് നോക്കാം. ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കണം. ആദ്യം തന്നെ കുറേ പാലൊഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂസായി പോകും. പിന്നെ നിങ്ങൾക്ക് പാലിന് പകരം വേണമെങ്കിൽ മുട്ടയും ചേർക്കാം. ഞാനിവിടെ പാല് ചേർക്കുന്നു മാത്രം. നമ്മൾ നേരത്തെ ഒഴിച്ച 2 ടേബിൾ സ്പൂൺ പാല് മതിയാവില്ല. ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ കഴിയണം. അത്രയും നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിനാവശ്യമുള്ള പാല് ചേർക്കുക. ഇതിപ്പോൾ 4 ടേബിൾ സ്പൂൺ പാല് കറക്റ്റ് അളവാണ്. നമുക്കിതിങ്ങനെ ബോൾസ് ആക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം പാല് ചേർക്കാൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട ചേർക്കുക. അപ്പോഴും നിങ്ങൾ സൂക്ഷിച്ച് ചേർക്കുക. ആദ്യം തന്നെ ഒരു മുട്ട മുഴുവനായിട്ടും ചേർക്കണ്ട, നോക്കിയിട്ട് ചേർത്താൽ മതി. ഈ മാവ് മുഴുവൻ നമുക്കിതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ബോൾസ് മുഴുവനും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും മാവ് കൊണ്ട് നമുക്ക് 12 ബോൾസാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചെറിയ ചെറിയ ബോൾസാണ്. ഇനി ഇത് നമുക്ക് രണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ അത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കൈവീശൽ ഉണ്ടാക്കാം.
അതിനു മുന്നേ നമുക്ക് കൈവീശലിൻ്റെ മാവ് നിറച്ചിരിക്കുന്ന ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഹോളിലൂടെ നമുക്ക് എണ്ണയിലേക്ക് ഇത് നന്നായിട്ട് ജിലേബി പോലെ ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റം ഈ നടുവിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. എന്നാലേ അതവിടെ പിടിച്ചു നിൽക്കുള്ളൂ. അതല്ലെങ്കിൽ ഓരോ ലെയറും ഇളകി വരും. അതുകൊണ്ട് ലാസ്റ്റിലുള്ള ആ ഭാഗം ഒന്ന് നടുവിലേക്കാക്കിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് പോലെ അവിടെ വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ അവിടെ പിടിച്ചു നിന്നോളും. എന്നിട്ട് നമുക്കിത് ഒരു ഭാഗം ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. മുട്ട ചേർത്തിട്ടുണ്ടാക്കുന്നതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും. ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ട മാത്രം മതി. എങ്കിൽ തന്നെ നന്നായിട്ട് പൊങ്ങിക്കോളും. ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിടാം. എന്നിട്ട് മറ്റേ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ഇതിലുള്ള എണ്ണ മുഴുവൻ താഴേക്ക് പോയിക്കോളും. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഭംഗിയുള്ള കൈവീശൽ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ കൈവീശലും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല. അതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള സാധാരണ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ടും ഇതുപോലെ ചെയ്യാം. അതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി മാവ് നിറച്ചതിന് ശേഷം. മുഴുവൻ കൈവീശലും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രെഡ് ബോൾസ് ഫ്രൈ ചെയ്യണം. നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്നും ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് രണ്ടും ഫ്രൈ ചെയ്തെടുക്കാൻ. ഇടയ്ക്കിടെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്യണം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ബോൾസ് ആയിരിക്കും. ഇതിൽ തേങ്ങയും ബ്രെഡും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. എല്ലാ ഭാഗവും നന്നായിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. മുഴുവൻ ബോൾസും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൈവീശലും ബ്രെഡ് ബോൾസും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. രണ്ടും മധുരമുള്ള സ്നാക്സ് ആണ്. വിരുന്നുകാരൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, അതായത് ഒട്ടും സമയമൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അതുപോലെ മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതും നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ബ്രെഡും തേങ്ങയും ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയാണ്. രണ്ട് സ്നാക്സും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.